ഞാനാണ് ആദിൽ ഹുസൈന്റെ പിതാവ്. പഹൽഗാമിലെ 26 പേരുടെ കൊലപാതകത്തിന് തിരിച്ചടി നൽകിയതിൽ സന്തോഷവാനാണ്. വളരെ സന്തോഷമുണ്ട്. പഹൽഗാം ആക്രമണത്തിൽ മരിച്ച എല്ലാ ഇരകൾക്കും നീതി ലഭിച്ചു. സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭീകരരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സയ്യിദ് ആദിൽ ഹുസൈൻ ഷായുടെ പിതാവിന്റെയും സഹോദരന്റെയും വാക്കുകളാണിത്. വിനോദസഞ്ചാരികളുടെ പറുദീസയായ പഹൽഗാമിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുതിരവണ്ടിക്കാരൻ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആദിൽ വെടിയേറ്റ് മരിച്ചത്. ആദിൽ ഇസ്ലാമായിരുന്നു. അന്യമത വിദ്വേഷവുമായി എത്തിയ തോക്കുകൾ മനുഷ്യരുടെ ജീവനെടുക്കാതെ കാത്ത ആദിൽ ബലി നൽകിയതാകട്ടെ സ്വന്തം ജീവനാണ്. മതം ചോദിച്ചെത്തിയ ഭീകരവാദികൾക്ക് മതേതരത്വം കാണിച്ചു കൊടുത്ത ചെറുപ്പക്കാരൻ, അപരിചിതരായ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ കശ്മീരി യുവാവ്, 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരവാദികൾക്കെതിരെ അന്ന് കശ്മീർ ഒരുമിച്ച് തെരുവിലിറങ്ങി. ബഹുസ്വരതയും ഐക്യവും സമന്വയിച്ചു. ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ഒരു ജനത ഒന്നായി പറഞ്ഞു. ഇന്ത്യയുടെ വീരപുത്രനായ ആദിലിന്റെ മൃതദേഹം അന്ന് രാജ്യം നെഞ്ചിലേക്കാണ് ഏറ്റുവാങ്ങിയത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ആദിലിന്റെ സംസ്കാര ചടങ്ങിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും പങ്കെടുത്തു. ഇന്ന് രാജ്യത്തിന്റെ പ്രത്യാക്രമണം നടന്നപ്പോൾ ആദിലിന്റെ സഹോദരനും പിതാവിനും ഒപ്പമുണ്ട് ഈ രാജ്യവും. ഈ രാജ്യം ഒറ്റ സ്വരത്തിൽ പറയുന്നു, ഭീകരവാദം ഞങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല.